4 തൃക്കൈകളിൽ ശംഖ്, ചക്രം, താമര, ഗദ എന്നിവ ധരിച്ച് കഴുത്തിൽ കൗസ്തുഭ രത്നവും മാറിലണിഞ്ഞ ശ്രീവത്സവം എന്ന അടയാളവുമായി ഭഗവാൻ കൗസല്യക്ക് മുന്നിൽ ദിവ്യ തേജസ്സോടെ നിൽക്കുന്നു. മനോഹരമായ മകുടവും കുണ്ടലങ്ങളും ധരിച്ച് പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖത്തോടെ പണ്ട് ലോകങ്ങളെല്ലാം വളർന്ന തൃപ്പാദങ്ങളുമായി നിൽക്കുന്ന ആ ജഗത്സാക്ഷിയായ ശ്രീനാരായണനെ കണ്ടപ്പോൾ കൗസല്യാദേവി ഭയത്തോടെ വണങ്ങി സ്തുതിക്കാൻ തുടങ്ങി. ആ ദിവ്യ തേജസ്സിനെ മകനായി കാണാൻ കഴിയാതെ കൗസല്യ ദുഃഖിതയാവുകയും ഒപ്പം ആരാധനയിൽ മുഴുകുകയും ചെയ്തു. ഭഗവാന്റെ സർവ്വഗുണങ്ങളും പാടിപ്പുകഴ്ത്തിയ കൗസല്യ ഒടുവിൽ ഭഗവാന്റെ മുന്നിൽ താണു വണങ്ങിക്കൊണ്ട് പറഞ്ഞു, അനന്തമായ കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങൾ മുഴുവൻ ഭഗവാന്റെ ഉദരത്തിലാണ് നിത്യവും കിടക്കുന്നത്. അങ്ങനെയുള്ള പരമാത്മാവ് എൻ്റെ ഉദരത്തിൽ വന്ന് ജനിച്ചു എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ഭുതമാണ്. പക്ഷേ ഭർത്താവ്, പുത്രൻ, സമ്പത്ത് തുടങ്ങിയ സാധാരണ മനുഷ്യരുടെ ചിന്തയിലും ദുഃഖക്കടലിലും വീണുകിടക്കുന്ന മൂഢയായ ഒരു സ്ത്രീയാണ് ഞാൻ. എങ്കിലും എൻ്റെ ഭാഗ്യം കൊണ്ടും അങ്ങയുടെ കാരണം കൊണ്ടുമാണ് എനിക്കിപ്പോൾ ഈ ദിവ്യരൂപം ദർശിക്കാൻ കഴിഞ്ഞത്. അങ്ങയുടെ വിശ്വമോഹിനിയായ മായ ഇനിയും എനിക്ക് താങ്ങാനാവുന്നതല്ല. അതിനാൽ ഹേ ദേവേശ്വര, ലൗകികമല്ലാത്ത അങ്ങയുടെ ഈ ചതുർബാഹുവായ ദിവ്യരൂപം മറ്റുള്ളവർ കാണുന്നതിന് മുമ്പ് ദയവായി മാറ്റിത്തരണമേ. എനിക്ക് ലാളിക്കാനും കൊഞ്ചിക്കാനും പാകത്തിലുള്ളൊരു സാധാരണ കുഞ്ഞിൻ്റെ ഭാവം കാട്ടിത്തരണമേ. മകനോടുള്ള വാത്സല്യത്തോടെ അങ്ങയെ ശുശ്രൂഷിച്ച് എനിക്ക് ഈ ലൗകിക ദുഃഖക്കടലിൽ നീന്തിക്കടക്കാൻ സാധിക്കണം. കൗസല്യയുടെ ഭക്തിനിർഭരമായ പ്രാർത്ഥന കേട്ടപ്പോൾ ഭക്തവത്സലനായ പുരുഷോത്തമൻ അരുളി ചെയ്തു, അമ്മേ, അങ്ങയുടെ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അതുതന്നെ സംഭവിക്കും. തുടർന്ന് ഭഗവാൻ ഒരു സാധാരണ ശിശുവായി മാറി കരയാൻ തുടങ്ങി. ചെറുപ്പത്തിലെ കുസൃതികൾ കൊണ്ട് ശ്രീരാമൻ മാതാപിതാക്കളെയും അയോധ്യ നിവാസികളെയും അത്യധികം സന്തോഷിപ്പിച്ചിരുന്നു. ക്രമേണ ശ്രീരാമനും സഹോദരങ്ങളും വളർന്നു. കുമാരന്മാർ വളർന്നപ്പോൾ ബ്രഹ്മപുത്രനായ വസിഷ്ഠ മഹർഷി അവർക്ക് ശാസ്ത്രവിദ്യ അനുസരിച്ച് ഉപനയന കർമ്മം നടത്തി. തുടർന്ന് അവർ വേദങ്ങൾ, വേദാംഗങ്ങൾ, ഉപാംഗങ്ങൾ, സ്തുതികൾ, ധനുർവേദം എന്നിവയെല്ലാം വളരെ വേഗത്തിൽ പഠിച്ചെടുത്തു. പുത്രന്മാരുടെ കഴിവുകൾ കണ്ട് ദശരഥ മഹാരാജാവ് മനസ്സിലേറെ സന്തോഷിച്ചു. രാമനും ലക്ഷ്മണനും ഒരുമിച്ചും ഭരതനും ശത്രുഘ്നനും ഒരുമിച്ചും എപ്പോഴും കഴിഞ്ഞുകൂടി. ഒരു ദിവസം രാമൻ ലക്ഷ്മണനോടൊത്ത് അമ്പും വില്ലുമായി കുതിരപ്പുറത്തേറി കാട്ടിലേക്ക് വേട്ടയാടാൻ പോയി. സിംഹം, പുലി, ആന, പന്നി തുടങ്ങിയ മൃഗങ്ങളെ വേട്ടയാടി അച്ഛന് മുന്നിൽ കൊണ്ടുവന്ന് നമസ്കരിച്ചു. എല്ലാ ദിവസവും അതിരാവിലെ അഥവാ ബ്രഹ്മമുഹൂർത്തത്തിൽ അവർ ഉണർന്നെഴുന്നേറ്റു. ശുദ്ധിയോടെ കുളിച്ച് സന്ധ്യാവന്ദനവും പ്രാർത്ഥനകളും കഴിക്കുന്നു. അതിനുശേഷം മാതാപിതാക്കളുടെ കാൽക്കൽ വീണ് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങുന്നു. രാജ്യഭരണത്തിനാവശ്യമായ ദണ്ഡരീതിയും ധർമ്മശാസ്ത്രങ്ങളും അഭ്യസിക്കുന്നു. ബന്ധുക്കളോടും ഗുരുക്കന്മാരോടും സഹോദരന്മാരോടൊപ്പം സന്തോഷത്തോടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ കാലം കടന്നുപോയിക്കൊണ്ടിരുന്നു.